മെമ്പറും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ജനപ്രതിനിധിയുമായ ശ്രീ റിജിൽ മാക്കുറ്റി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഏറെ പ്രിയങ്കരനായ ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ്, സിപിഎമ്മിന്റെ കോട്ടയിൽ ഊർജ്ജസ്വലമായ അല്ലെങ്കിൽ ആവേശകരമായ പോരാട്ടം നടത്തി മുമ്പോട്ട് പോയ പ്രിയങ്കരനായ വിജിൽ മോഹൻ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയങ്കരനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവുജി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ വെച്ചിലോട്ട്, സംസ്ഥാന സെക്രട്ടറിമാരായ റോബർട്ട് വെള്ളാമ്പള്ളി, ശ്രീ മോഹസിൻ കാദിയോട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഫർസിൻ മജീദ്, മഹിത മോഹൻ ഉൾപ്പെടെ, സുധീഷ് വെള്ളച്ചാൽ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത ഭാഷകൻ അധ്യക്ഷനെ സൂചിപ്പിച്ചു. കേരളത്തിലെ കുറുവാ സംഘത്തെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച ഈ കാട്ടുകൊള്ളക്കാരെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുക എന്നുള്ള വലിയ പോരാട്ടത്തിന് മുമ്പിലാണ് ഈ നാട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കേരളത്തിനകത്ത് ഒരുപാട് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോഴും അവരൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വർണം കക്കുന്നത്, അയ്യപ്പന്റെ സ്വർണം കക്കുന്നത് അത് ആദ്യമായിട്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട ഒരു സർക്കാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടില്ല. സുപ്രീം കോടതി ചോദിച്ചതുപോലെ അയ്യപ്പനെയും ദൈവത്തെയും വെറുതെ വിടില്ല എന്ന് ചോദിക്കുമ്പോ ഇവരിനി ആരെയാണ് ബാക്കി എന്നുള്ളതാണ്. എല്ലാം കട്ട് കൊള്ളയടിച്ച് മുമ്പോട്ട് പോകുന്ന ഈ കൊള്ള സംഘം ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുമ്പോ അവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഈ കേരളത്തിനെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അയ്യപ്പ ഭക്തനായി പലതവണ ശബരിമല കയറിയ ശ്രാവൺ റാവു ഉൾപ്പെടെ ഇവിടെ വന്നു എങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അയ്യപ്പനെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിലേൽപ്പിച്ച മുറിവാണ്. കക്കാൻ എന്തെല്ലാം വഴി ഇവിടെയുണ്ട്. സ്വർണം കക്കുന്നതിന് വേണ്ടി അതിന്റെ ഗവേഷണം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. നമുക്കെല്ലാവർക്കും അറിയാം. ആ മുഖ്യമന്ത്രി സ്വർണം കട്ട് അതിന്റെ പേരിൽ പല കേസിനകത്ത് പെടുമ്പോഴും അയ്യപ്പന്റെ സ്വർണവും കക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ തന്റെ അനുയായികളെയും തന്റെ അനുചരന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം കട്ട് ആ കട്ട കേസിനകത്ത് പ്രതികളാക്കപ്പെട്ടവരാരാണ് എന്ന് ചോദിക്കുമ്പോ സിപിഎമ്മിന്റെ നേതാക്കന്മാരാണ്. അവിടെ ജയിലിൽ കിടക്കുന്നവരാരാണ്? ആ ജയിലിൽ കിടക്കുന്നവരെല്ലാം സിപിഎമ്മിന്റെ നേതാക്കന്മാരാണ്. മുൻ എംഎൽഎയും സംസ്ഥാന കമ്മിറ്റിയും അംഗമായ പത്മകുമാറും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വാസുവും, അതോടൊപ്പം തന്നെ ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും, അതോടൊപ്പം തന്നെ പ്രശാന്തും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പിണറായി വിജയന്റെ ഏറ്റവും വലിയ അനുയായികളാണ്. എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരണം എന്ന് പറയുമ്പോ ഈ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനോട് ചോദിച്ചപ്പോ ആ പമ്പര വിഡ്ഢിയാസുരം പറയാണ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ആള് ജയിലിൽ പോയിട്ടില്ലേ, പിന്നെ ജയിലിൽ പോകുന്നതിന് എന്താണ് തെറ്റെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടി സെക്രട്ടറിമാർ മുന്നോട്ട് പോകുമ്പോ കാട്ടുകള്ളന്മാർക്ക്, സ്വർണ്ണക്കൊള്ളക്കാർക്ക് എന്തും ചെയ്യാമെന്ന് അതിന് പേറ്റന്റ് കൊടുക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അതിന് അന്വേഷണം പോകുമ്പോ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം പോലും ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ആ രൂപത്തിലുള്ള കൊള്ളക്കാരാണ്. നമുക്കറിയാം, വണ്ടി ചോറിനെ കാണും വലിയ വണ്ടി ചോറുമാരായി സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഈ നാടിനകത്ത് മാറുമ്പോ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് വലിയ രൂപ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അയ്യപ്പന്റെ സ്വർണം കെട്ടതുപോരാ, അത് പാട്ടെഴുതിയവർക്കെതിരെയാണ് നിങ്ങൾ കേസ് കൊടുത്തത്. ഇതുപോലെയുള്ള ഒരു നാണം കെട്ട സർക്കാരുണ്ടോ? ഇതുപോലൊരു നാണം കെട്ട സർക്കാരുണ്ടോ? പാരടി പാട്ട് എഴുതിയവർക്കെതിരെ കേസ് കൊടുക്കാണ്, യൂട്യൂബിന് പരാതി കൊടുക്കാണ്. യൂട്യൂബിൽ നിന്ന് പാട്ട് പിൻവലിച്ചാലും പരാതി കൊടുത്ത് അവരെ നിശബ്ദനാക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പാട്ട് മാറ്റാൻ പിണറായി വിജയനല്ല പൊന്നു തമ്പുരാൻ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിൽ കേസെടുക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇട്ടാൽ അത് കേസാണ് പോലും. ഈ നാട്ടിനകത്ത്
അങ്ങനെ കേസെടുത്ത് പോലീസ് നിയോഗിച്ച് കേസെടുത്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഏതായാലും 3 മാസമാണ് പിണറായി വിജയന്റെ ആയുസ്. അതിന്റെ പേരിൽ കാക്കിയിട്ട് തുള്ളിയാൽ ആ തുള്ളിയ കാക്കിയിട്ടവരോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, വെറുതെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ നാട്ടിലെ പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ പിണറായി വിജയന്റെ പേരിൽ പിണറായി വിജയന്റെ ഫോട്ടോ മോർഫ് ചെയ്തെന്ന് പറയുന്നു. ഈ നാട്ടിന്റെ മുമ്പിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോമുണ്ട്, കടകംപള്ളി സുരേന്ദ്രമായി നിൽക്കുന്ന ഫോട്ടോമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല ഫോട്ടോവും ഈ നാട്ടിനകത്തുണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു. ആ ശിക്ഷ വരുന്ന തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യപ്പന്റെ സ്വർണം കട്ട ഈ കാട്ടുകൊള്ളക്കാർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും ഈ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെയാണ് പിണറായി വിജയൻ സ്വർണ്ണമെന്ന് കേട്ടാൽ അത് അയ്യപ്പന്റെ സ്വർണ്ണമാവട്ടെ, അത് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണമാവട്ടെ, അത് ശ്രീപത്മനാഭന്റെ സ്വർണ്ണമാവട്ടെ, അത് സ്വപ്നയുടെ സ്വർണ്ണമാവട്ടെ, എല്ലാ സ്വർണവും അടിച്ചു മാറ്റുന്ന കാട്ടുകള്ളനാണ് പിണറായി വിജയൻ എന്ന് ഈ നാട് തെളിയിച്ചുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ഞങ്ങൾ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് പാടിക്കൊണ്ട് ഈ തെരുവിലൂടെ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി I invite Mr. Sawan Ravuji to address this protest. Good evening, everybody. I would like to thank our district president, Vijil Mohan, Vice President